നമസ്കാരം. ഇന്ന് ബ്രിട്ടീഷ് പത്രത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ടാതിഥിയുണ്ട്. അഭിനയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അരനൂറ്റാണ്ട് കാലത്തെ അഭിനയ പാരമ്പര്യവും അനുഭവ സമ്പത്തും കൈമുതലായുള്ള പത്മശ്രീ മധു സാർ. മാനസമൈനെ വരൂ മധുരം ഉള്ളി തരൂ മധു സാർ, ബ്രിട്ടീഷ് പത്രത്തിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ ചോദിച്ചുകൊള്ളട്ടെ, 2 ആഴ്ചക്കാലമായി മധു സാർ UK-യിലുണ്ട്. എന്തായിരുന്നു സാറിൻ്റെ ഈ സന്ദർശനോദ്ദേശം? സന്ദർശനോദ്ദേശം എല്ലാവർക്കും അറിയാലോ, അവരുടെ അതിനുവേണ്ടി വന്നതാണ്. വി ബീറ്റ്സിൻ്റെ ആ നാടകം അത് സാർ കാണുകയുണ്ടായിരുന്നു. എന്താണ് സാർ അവരുടെ ആ ഒരു നല്ല അറ്റംപ്റ്റ് ആയിട്ട് വന്നു. കുറേ ഗുഡ് തോട്ട് ബിഹൈൻഡ് ഇറ്റ്. നന്നായിട്ട് റിഹേഴ്സ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ദൂരെ ഇവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആളുകൾ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അതെ 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 അതെ. സിനിമ, ഇന്ത്യൻ സിനിമ 100 വർഷം പിന്നിടുന്നു. അതോടൊപ്പം മലയാള സിനിമയിലെ സാറിൻ്റെ 50 വർഷവും ഒരേ സമയത്ത് വന്നാൽ സാറ് എങ്ങനെയാണ് ഇതിനെ? അതിപ്പോൾ 50 അല്ലെങ്കിൽ 52 അല്ലെങ്കിൽ 30 വരും, അതിന് പറ്റിയൊന്നുമില്ല. നമ്പറിൻ്റെ കാര്യമല്ലേ. സന്തോഷമുള്ള കാര്യമാണ്. 100 വർഷമായപ്പോൾ അതിൽ 50 വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സാർ, കുട്ടിക്കാലം മുതൽ തന്നെ സാർ ഒരു സിനിമാ നടൻ ആകണമെന്ന് തന്നെയാണോ ആഗ്രഹിച്ചിരുന്നത്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കൂടുതൽ നാടകത്തിനെ കുറിച്ചും ആ കലയെക്കുറിച്ചും പഠിക്കണമെന്നുണ്ടായിരുന്നു. പഠിച്ചു. അങ്ങനെ നടനായെന്നുള്ളതാണ്. ആ കുട്ടിക്കാലത്തെ കൊച്ചു കുട്ടികൾക്കുള്ള നാടകങ്ങൾ, പുസ്തകത്തിലൊക്കെ കാണുന്ന നാടകങ്ങൾ മറ്റ് കൂട്ടുകാരുമൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറ് സിനിമയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ഈ പുതുമുഖങ്ങൾ സിനിമയിലേക്ക് വരുന്നതിന് അക്കാലത്ത് വലിയ രീതിയിൽ ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ആ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു സ്വാഭാവികം? ഇല്ല, അക്കാലത്ത് അങ്ങനെ സൗകര്യമുള്ള വീടുകളിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സിനിമ ഒരിത്തിരി സാമ്പത്തികമായിട്ടാണെങ്കിലും മെച്ചം ലഭിക്കുന്ന ഒരു മേഖല കൂടിയായിരുന്നു. അപ്പോൾ അക്കാലത്ത് അതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുവാനായിട്ട് പൊതുവെ ആൾക്കാർ താല്പര്യപ്പെടുമായിരുന്നു. ഈ ആൾക്കാർ താല്പര്യപ്പെടുമെന്ന് ചോദിച്ചാൽ എന്നാൽ 3, 4, 5 പടമല്ലൊരു വർഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള ആൾക്ക് തികയാത്ത കാലമാണ്. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അല്ലാത്ത ആൾക്ക് പോലും പ്രൊഫഷനായിട്ട് എടുക്കില്ല. സിനിമയിൽ അഭിനയിക്കാം എന്നുള്ളതല്ല, ഇതൊരു ജീവിതമാർഗ്ഗമാക്കി കളയാം എന്ന് തോന്നി തുടങ്ങിയത് പിന്നീടാണ്. അതെ അതെ. അതിനൊരു ഒരു 60s കഴിഞ്ഞൊരു 70s അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളത്. സാറ് അധ്യാപകനായിരുന്നു അല്ലേ? ഹിന്ദി അധ്യാപകനായിരുന്ന സമയത്താണ് സാർ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുന്നത്. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുന്നത് എന്തായാലും സാർ സിനിമ നടനാകണമെന്ന് ഉറച്ച തീരുമാനത്തിന് ശേഷമാണ് അല്ലേ? അല്ലല്ല, നാടകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സിനിമയല്ലല്ലോ. സിനിമ അപ്പോൾ സാർ ചിന്തിച്ചിരുന്നില്ല, ഡ്രാമയായിരുന്നു സാർ. അതെ അതെ. ആ കാലഘട്ടത്തിൽ സാറ് പിന്നെ അമിതാഭ് ബച്ചനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിരുന്നു, ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വായിച്ചു നോക്കിയപ്പോഴാണ് അമിതാഭ് ബച്ചനുമായിട്ടൊരു ആത്മബന്ധം അല്ലേ, അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കൽ സാർ പ്രത്യേകമായൊരു പ്രാർത്ഥിക്കാനൊക്കെ പോയി, അതിനെക്കുറിച്ചൊന്ന് പറയാറുണ്ട്. അല്ല, അമിതാഭുമായിട്ട് ഞാൻ ആ കാലത്ത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ കാലത്തല്ല വർക്ക് ചെയ്തിട്ടുള്ളത്. സിനിമയിൽ വന്നു കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞ്. ഐ തിങ്ക് ദാറ്റ് ഇസ് ഇൻ 69. ഞാൻ 62-ൽ ജോയിൻ ചെയ്തില്ലേ. ഞാനൊരു 10, 30, 40 പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അമിതാഭ് ഈ K. അബ്ബാസിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ആരാധനായിരുന്നു ഞാൻ. ആസ് എ ഹിന്ദി സ്റ്റുഡൻറ്റ്, ഞാൻ ഹിന്ദി MA കാരനാണ്. അപ്പോൾ അതിൽ ഹരിവൻഷ് റായ് ബച്ചൻ്റെ ധാരാളം കവിതകൾ വായിച്ചിട്ട് അദ്ദേഹത്തിനെ ആരാധിച്ചിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ മകൻ, പിന്നെ അമിതാഭിൻ്റെ അമ്മയും ഡൽഹിയിൽ വെച്ചിട്ട് ഈ ഫെസ്റ്റിവലിലെല്ലാം പോയി പരിചയപ്പെട്ടിട്ടുണ്ട്. തേജി ബച്ചൻ, അവർ ഇന്ദിരാഗാന്ധിയായിട്ട് വളരെ അടുപ്പമുള്ളവരും. ഈ ഫിലിം കമ്മിറ്റീസ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇപ്പോഴും സജീവമായ മെമ്പറും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ ഫെസ്റ്റിവൽസിനൊക്കെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു. അപ്പം അമിതാഭ് വന്നപ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും പേര് പറഞ്ഞപ്പോൾ ഏതാണ് ഭയങ്കര വലിയൊരു സന്തോഷമായി. ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ
ആൻഡ് ഹി വാസ് ഓൾസോ വെരി വെരി നൈസ്. നല്ല മനുഷ്യൻ, സംസ്കാരമുള്ളവൻ, പഠിച്ചിട്ടുള്ളവൻ, കവിതയെക്കുറിച്ചും കലയെക്കുറിച്ചും നാടകത്തിനെക്കുറിച്ചും അഭിനയത്തിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ നല്ല ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ. സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഡയലോഗിൽ കവിതയുടെ അല്ലെങ്കിൽ കവിതാ പാരായണം ചെയ്തതിൻ്റെ ഇതാണോ ഒരു നിശ്ചയമായിട്ടുണ്ട്. അത് സംസാരിക്കുന്ന ശബ്ദത്തിന് പോലും എനിക്ക് തോന്നുന്നു അതൊരു ഒരുതരം സാധകമായിരുന്നു എന്ന് തോന്നുന്നു. അച്ഛൻ്റെ കവിതകൾ ഇങ്ങനെ ഉറക്കെ പാരായണം ചെയ്ത് ആ ശബ്ദത്തിനൊരു ഒഴുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അപകടം പറ്റിയപ്പോഴാണ് അതെ അതെ സാറും അതെ 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 അതെ. ഏത് ഇൻ്റർവ്യൂ മധുസാറിനെ പോലുള്ളൊരു മഹാപ്രതിഭയുമായിട്ട് ആര് ഇൻ്റർവ്യൂ ചെയ്താലും പരീക്കുട്ടി ഇല്ലാതെ ഒരു വിഷയം അവസാനിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ സാറിൻ്റെ പ്രസംഗം കേട്ടിരുന്നു ലണ്ടനിൽ വെച്ചിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു ഈ അടുത്ത കാലത്താണ് ഈ പരീക്കുട്ടിയെ എന്തുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ആ ഒരു സീക്രട്ട് അതെന്തായിരുന്നു സാർ? അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇതുള്ളൂ. ബാക്കി പോയി ലവ് സ്റ്റോറീസ് ഏതെടുത്തിരുന്നാലും അതിൻ്റെ അകത്ത് കുറേ സ്വാർത്ഥതയുണ്ട്. എനിക്ക് അവളെ വേണം, അല്ലെങ്കിൽ അവനെ വേണം, അല്ലെങ്കിൽ അവളെ വേണം, ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവില്ല. ഇപ്പോൾ പരീക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അയാൾക്ക് പ്രേമം തോന്നി, അയാൾ പ്രേമിച്ചു, അതിന് പകരമൊന്നും മനസ്സിൽ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് സാഹിത്യത്തിൽ ജീവിതത്തിലും അതെ സാഹിത്യത്തിലും അതെ വളരെ ചുരുക്കമാണ്. അതാണ് പരീക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ വളരെ താമസിച്ചാണ് മനസ്സിലാക്കിയത്. അന്ന് പരീക്കുട്ടിയെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നവർ ആ സ്നേഹപ്രകടനം ഈ അടുത്ത കാലത്താണ് കൂടുതലായി കാണിച്ചു സാർ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ. അതെ അതെ. അത് എത്രയോ പടങ്ങളിൽ അഭിനയിച്ചിട്ടും ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ആരും റിയാക്ട് ചെയ്തിട്ടില്ല എക്സെപ്റ്റ് പരീക്കുട്ടി. അല്ലെങ്കിൽ പരീക്കുട്ടിയുടെ പേര് പറഞ്ഞ് എത്രത്തോളം റിയാക്ഷൻസ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാവരും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് അത് മറ്റൊരു ക്യാരക്ടറിന് വേണ്ടിയും കിട്ടിയിട്ടില്ല. സാറ് പറഞ്ഞു പരീക്കുട്ടിയെ അഭിനയിച്ചത് ഒരു അലുവ കൃഷ്ണൻ തിന്നുന്ന കോലാഹലത്തോടെ ആയിരുന്നു. അതിനുശേഷം എത്രയോ ക്യാരക്ടറുകളെ വളരെ പ്രിപ്പയർ ചെയ്തൊക്കെ അവതരിപ്പിച്ചിട്ടും ഈ ക്യാരക്ടറിനായിരുന്നു ഇത്രയധികം സത്യമാണ് കിട്ടിയത്. ഒരു നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, ഈ 3 മേഖലകളിലും സാറ് ഈ 50 വർഷക്കാലത്തിനുള്ളിൽ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ സാറിന് സംതൃപ്തി നൽകിയത്? അല്ല, എനിക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടുന്ന ആസ് എ പ്രൊഡ്യൂസർ എന്ന്. ഈ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇതിന് കാശ് കൊടുക്കുന്ന ആളിനല്ല ഞാൻ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, ഈ പടം നിർമ്മിക്കുന്ന ആളിനെയാണ്. അപ്പം ഈ സ്ക്രിപ്റ്റ് തൊട്ട് അവസാനം റിലീസ് ചെയ്യുന്നത് വരെ, ഒരു പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ പബ്ലിസിറ്റി ശ്രദ്ധിക്കുന്നത് ഉൾപ്പെടെ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പടത്തിൻ്റെ നിർമ്മാതാവ്. ഇന്നത്തെ പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് പ്രൊപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കാം, ഓണേഴ്സ് എന്ന് വിളിക്കാം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുതലാളിമാരെന്ന് വിളിക്കാം, ഇല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡ്യൂസറെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ അവർ പ്രൊഡ്യൂസേഴ്സ് അല്ല എന്നിപ്പം നമ്മുടെ ഈ സിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ ആദ്യം തൊട്ട് തന്നെ ഈ കാശ് മുടക്കുന്നയാൾ മുതലാളിയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള പ്രൊഡ്യൂസർ ഓൺ ഹൂ മേക്സ് ഇറ്റ്, അതിൻ്റെ നിർമ്മാതാവ്, എ ടു ഇസഡ് ചെയ്യുന്നയാൾ. അപ്പോൾ അയാളെ കീഴിലായിരിക്കും. ഈവൻ ഡയറക്ടർ പോലും ഇയാളുടെ കീഴിലായിരിക്കും. ഹി വിൽ ബി സൂപ്പർവൈസ്ഡ് ബൈ ദി റിയൽ പ്രൊഡ്യൂസർ, നോട്ട് ദി പ്രൊപ്പറേറ്റർ. കുട്ടികളുടെ സിനിമയായിരുന്നു സാർ ആദ്യമായിട്ട് നിർമ്മിച്ചത്? അല്ല, കുട്ടികളുടെ ചിത്രം വളരെ താമസിച്ച് നിർമ്മിച്ചു. കുട്ടികളുടെ ഒരു ചിത്രം സാർ നിർമ്മിച്ചിട്ടുണ്ട്? കുട്ടികളുടെ ഒന്ന് കൈതപ്പൂ എന്ന് പറഞ്ഞിട്ട് 70s നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 94 മറ്റാണ് തോന്നുന്നു മിനി നിർമ്മിച്ചത്. അതെ, മറ്റേ പടങ്ങളിൽ ഞാനൊരു പ്രൊഡക്ഷൻ 69-70 ആരംഭിച്ചു. ഈ 50 വർഷത്തെ സാറിൻ്റെ സിനിമാ ജീവിതത്തിൽ സാർ ആഗ്രഹിച്ച ഒരു കഥാപാത്രം, അല്ലെങ്കിൽ സാർ ഇനിയും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം, അങ്ങനെ എന്തെങ്കിലും? ഇനിയും ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആ കഥാപാത്രം വെച്ച് പടം പിടിച്ചേനെ. സാറിന് ചെയ്യാമായിരുന്നു. അതിന് മുൻപ് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങൾ പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ ചെമ്മീൻ തന്നെ, അത് കഴിഞ്ഞാൽ ഉമ്മാച്ചിലെ മായൻ, പിന്നെ പുള്ളിമാനിലെ ആ ക്യാരക്ടർ, വേറെ പൊറ്റക്കാട്ടിന് തന്നെ വേറെ ഒരെണ്ണുണ്ട്, നാടൻ പ്രേമത്തിലെ ആ റഫീനൊരു ക്യാരക്ടറെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ പലതും വായിച്ചത് പലതും ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അതായത് 60കളിലോ 70കളിലോ ഉള്ള
ഈ സാഹിത്യ സൃഷ്ടികളിലെ കഥാപാത്രം അതെ 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 പലതും ചെയ്യണം, ഓൾമോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൽ പലതും കിട്ടിയിട്ടുണ്ട്. പുതുതലമുറയിലെ, പ്രത്യേകിച്ച് UK പുതുതലമുറയിൽപ്പെട്ട കുട്ടികളോട് ഒരു ഉപദേശം എന്താണ് സാറിന് കുട്ടികളോട് പറയാൻ? കുട്ടികളോട് പറയാനുള്ള എന്താ, അവർ വളരെ വളരെ കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ ഇവിടെ വന്നിട്ട് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, വാട്ടർ ഇറ്റ് മേ ബി, ഒരു നാട് വിട്ടിട്ട് മറ്റൊരു നാട് വീട് വന്നിട്ട് പണി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊരു കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. ഇപ്പോൾ കഞ്ഞിക്ക് വകയില്ലാതില്ല ഇപ്പോൾ എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അല്ലെങ്കിൽ സമ്പാദിക്കാൻ വന്നവരാണ്, എന്തോ ആയിക്കോട്ടെ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. അത് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇവർ എൻ്റെ മാതാപിതാക്കൾ ജീവിതത്തിൽ പണക്കാരാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് അവരുടെ തൊഴിൽ ചെയ്യുകയും മക്കളെ വളർത്തിയവരുമാണ്. ആ ഒരു സ്നേഹവും നന്ദിയും എന്നും ഉണ്ടായിരിക്കണം. അവരെന്താണോ നേടിയിട്ടുള്ളത്, എന്താണോ അവർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കണം, പ്രവർത്തിക്കണം. അതുപോലെ പുതിയ തലമുറ ഇപ്പം നമ്മളുടേതായ എന്താ പറയുക, സാധാരണ മലയാള തനിമയും പൈതൃകവും ഭാഷ പോലും അവർക്ക് ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മലയാളി സംഘടനകളൊക്കെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരുവാനായിട്ട് മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ സാർ പ്രവാസികളായിട്ട്. ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഭാഷയും തന്നെ അങ്ങനെ ആരെങ്കിലും വളർത്തിയെടുക്കുക എന്നുള്ളത് കൊണ്ട് നടക്കുന്ന സംഭവമല്ല. മനസ്സിലായി, പലരും നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കുറച്ച് പേര്, സംസ്കൃതം ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ലല്ലോ അല്ലേ, വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. സംസ്കൃതം ഇപ്പോഴും എല്ലാ ഭാഷകളുടെയും മുകളിൽ തന്നെ നിൽക്കുന്നു. അത് സംസ്കൃതം ഏറ്റവും വലിയ ഉന്നതമായ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് തുളു, ആരെയും സാഹിത്യമില്ലല്ലോ. തുളു അല്ല, കൊങ്ങണി, അത് വെറും സ്പോക്കണാണ്. അതിനങ്ങനെ ഒരു സാഹിത്യമോ അല്ലെങ്കിൽ ആ രീതിയിലില്ല. അത് ആ ഒരു ഭാഷ നിലനിൽക്കുന്നു. പിന്നെ ഈ ഭാഷ ഉണ്ടാവുക ഇല്ലാതാവുക എന്നൊക്കെ ഉള്ളത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഭാഷ എന്നും നിലനിന്നിട്ടുണ്ട്. പിന്നെയുള്ളത് സാഹിത്യമാണ്. സാഹിത്യം ഈ സംസ്കൃതത്തിൽ ഇപ്പോൾ ഇല്ലായിരിക്കാം, പക്ഷേ ഉള്ള ഗ്രന്ഥങ്ങൾ ഇന്നും ഉണ്ടാകുന്ന സാഹിത്യത്തിന് മാതൃകയായിട്ട് നിൽക്കുന്ന ആ ഗ്രന്ഥങ്ങളാണ് അല്ലേ. അപ്പോൾ അത് സംസ്കൃതം പോലെ ഇത്രയും വളർന്ന് ഇപ്പോൾ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ, പഴയ ഗ്രീക്കും ലാറ്റിനും അങ്ങനെ സാധാരണ സംസാരിക്കുന്നവരുണ്ടോ? കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഷ കൃത്രിമമായിട്ട് നമ്മളതിനെ ഭാഷയെ വളർത്തിയെടുത്താൽ കലാരൂപങ്ങളിൽ നിന്ന് നിലനിൽക്കും. ഇപ്പം ഭാഷ നമ്മൾ ഭാഷ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സ്കൂളും കോളേജും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭാഷ പരിപോഷിക്കാനോ അല്ലെങ്കിൽ വിജ്ഞാനം വളർത്താനോ ഒന്നും അല്ല സ്കൂളിലും കോളേജിലും പോകുന്നത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു പോപ്പുലറായിട്ട് അല്ല ഇപ്പോൾ, അതെ, എല്ലാവരും പോകുന്നത് തന്നെ പറയാം. പോകുന്നത് ഇത് കഴിഞ്ഞ് പഠിച്ച് മിടുക്കിയായിട്ട് ഒരു ഏണെ ഗുഡ് ജോബ്, അതെ, ഒരു ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടാണ് പോണത് അല്ലേ. അവിടെ പിന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ല. ഈ ലൈവ്ലിഹുഡിന് പോകുമ്പോൾ മറ്റ് ഭാഷകൾ ഒരു പക്ഷേ മാതൃഭാഷയെക്കാളും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഇതിന് ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്താ പരിസ്ഥിതി? ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതൊരു തൊഴിൽ ജീവിതമാർഗം എന്നുള്ള രീതിയിൽ കൂടുതൽ ഭാഷകൾ പഠിക്കുന്നതിൽ തെറ്റില്ല. ഈ മലയാള ഭാഷയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ താനേ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ഭാഷയോട് സ്നേഹം ഉണ്ടാവും. എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തവർ. അവരെ എത്രയെല്ലാം ചെവിയിൽ അടിച്ചു കഴിച്ചിരുന്നാൽ നീ അമ്മയെ സ്നേഹിക്കുക, അച്ഛനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്നേഹിക്കാൻ ശ്രമിച്ചാലും സാധിച്ചില്ല എന്നൊരു. ആ സ്നേഹം എന്ന് പറയുന്നത് ഭാഷയോടായാലും മനുഷ്യരോടായാലും പ്രകൃതിയോടായാലും ഇൻബോണാണ്. അതുള്ളവനുണ്ടായിരിക്കും. പക്ഷേ അത് ഒന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ളത് പരിപോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ട കർത്തവ്യമാണ്. സാറിൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനത്തിൽ സാറിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ നമ്മൾ മാതാപിതാക്കളിലേക്ക് വരുമ്പോൾ വലിയൊരു സപ്പോർട്ടാണ് സാറിന് ലഭിച്ചത്? ഇല്ല, ഞാൻ അക്കാലത്ത് ഞാൻ ഈ വരുന്നതിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നുപോലെ നിരാശരായിരുന്നു. സാറിന് ജോലി ഉണ്ടായിരുന്ന സമയത്താണ്? അതെ, ജോലി എന്ന് വെച്ചാൽ അവർ കൂടുതൽ ചിന്തിക്കാഞ്ഞിട്ടായിരിക്കാം. ഞാനന്ന് കോളേജ് ലെക്ചറായിരുന്നു. ഞാനന്ന് ഗ്രാജുവേറ്റ്സിനെ പഠിപ്പിക്കുന്ന കാലമായിരുന്നു.
അപ്പോൾ ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുമ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ അഡ്മിഷൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ വാസ് മെട്രിക്കുലേഷൻ. ശരി. ഇപ്പോഴത്തെ ഇപ്പോൾ ഗ്രാജുവേറ്റ്സിനെ എടുക്കുന്നുള്ളവർ, ഇപ്പോൾ ഗ്രാജുവേറ്റ്സാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അന്ന് മെട്രിക്കുലേഷൻ കരുതുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഇങ്ങനെ മെട്രിക്കുലേഷൻ മിനിമം ക്വാളിഫിക്കേഷനുള്ള സ്ഥലത്ത് പോയി പഠിക്കുന്നു എന്നുള്ളത്. പിന്നെ ഈ നാടകം പഠിച്ചിട്ട് വന്നിട്ട് ഈ ഉദ്യോഗം കളഞ്ഞിട്ട് ഈ ലക്ഷക്കണക്കിന് ഇതൊക്കെ കൊടുത്തിട്ടാണ് പലരും കോളേജ് ഉണ്ടാക്കുന്നത്. ഞാൻ കൊടുത്തിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ കിട്ടിയതാണ്. അപ്പോൾ അത് ഉദ്യോഗം കളഞ്ഞിട്ട് പോകാൻ മണ്ടത്തരമല്ലേ എന്നൊക്കെ അവർ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്, എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ദുഃഖിച്ചിട്ടുള്ള, അല്ല അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ട് പ്രതിഷേധിച്ചവരല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ജോലി ഉണ്ടാക്കുക എന്നുള്ള രണ്ട് വർഷം, അന്ന് തുടങ്ങുമ്പോൾ 2 വർഷമായിരുന്നു, പിന്നെയാണിത് 3 വർഷമാക്കി. 2 വർഷം പോയിട്ട് അവിടെ നാടകം കൂടെ പഠിച്ചിട്ട് വന്നു. തിരിച്ചു വന്നാൽ ഉടനെ തന്നെ സിനിമയിൽ ചേരുമെന്നോ നാടക കമ്പനി ചേരുമെന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഈ അമച്വർ നാടകം കുറേ കൂടി പരിപോഷിപ്പിക്കത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്യാം, എലോങ് വിത്ത് ദാറ്റ് ഏതെങ്കിലും കോളേജിൽ ജോലിക്ക് പോകാം എന്നും ആഗ്രഹിച്ചില്ല. എലോങ് വിത്ത് ദാറ്റ് ടു സ്റ്റാർട്ട് എ സോർട്ട് ഓഫ് ഒരു പാരലൽ കോളേജ് ഓഫ് മൈ ഓൺ. ഞാൻ അങ്ങനെ ചെയ്ത് MA പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഞാൻ പോയിട്ട് ഗീതാ ട്യൂട്ടോറിയൽ കോളേജ് എന്ന പേരിൽ ട്യൂട്ടോറിയൽ കോളേജ് ട്രിവാൻഡ്രത്ത് തുടങ്ങി. പിന്നെ അച്ഛൻ്റെ നിർബന്ധം കാരണമാണ് അത് അടച്ചിട്ട് ഞാൻ നാഗർകോവിലിൽ ലെക്ചറായിട്ട് കോളേജ് ചേർന്നത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് വീണ്ടും ഒരു പാരലൽ കോളേജ് തുടങ്ങിയിട്ട് അത് സ്വല്പം അതിൻ്റെ അകത്തുനിന്നൊരു ഷുവർ കേസാണല്ലോ. അതിൻ്റെയും കൂടെ സപ്പോർട്ടോടു കൂടി നല്ലൊരു അമച്വർ നാടക സംഘം ഉണ്ടാക്കിയിട്ട് അന്ന് ധാരാളം ആർട്ട് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. സൊസൈറ്റീസൊക്കെ നാടകങ്ങൾ കളിപ്പിക്കുകയും ചെയ്യായിരുന്നു. 10-300 ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അവധി ദിവസങ്ങളിൽ വർക്കിംഗ് പീപ്പിളിനെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ എല്ലാം ചേർന്നിട്ടുള്ള ഒരു അമച്വർ ട്രിപ്പും കൊണ്ട് നാടകങ്ങൾ കളിക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നു. സാധിച്ചില്ല. ഞാൻ അവിടെ കേരളത്തിൽ കാല് കുത്തുന്നതിന് മുമ്പ് ഞാൻ സിനിമ നടനായിപ്പോയി. ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിക്കും മദ്രാസിൽ ഇറങ്ങി അവിടെ പോയി മേക്കപ്പ് ടെസ്റ്റും കഴിഞ്ഞിട്ട് 2 പടത്തിൽ അഭിനയിക്കാൻ സമ്മതിപ്പിച്ചിട്ട് വേണ്ടത് തോന്നി. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ച് മദ്രാസിൽ പോകേണ്ടി വന്നു. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇത്ര പെട്ടെന്ന് തന്നെ സാറിന് സിനിമയിൽ ഒരു പക്ഷേ അത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയത് കൊണ്ടാണ് അവരുമായിട്ട് പരിചയപ്പെടാനും ഇങ്ങനെ അഭിനയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവനാണെന്നും അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ എനിക്ക് കിട്ടുകയും എന്നെ വിളിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ്. പക്ഷേ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയതുകൊണ്ടാണ് എനിക്കൊരുമാതിരി തിരക്കേടില്ലാത്ത രീതിയിൽ അഭിനയിക്കാൻ സാധിക്കുന്നത്. അഭിനയിക്കാനെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പ്രൊഡക്ഷനാണെന്ന്. അതിൻ്റെ അവിടെ A to Z ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ എന്ന് പറയുമ്പോൾ അവിടെ സ്ക്രിപ്റ്റ് ടു സ്റ്റേജ് എവറിത്തിങ് എല്ലാം പഠിക്കും. അതിനത് മേക്കപ്പ്, കോസ്റ്റ്യൂം, ആശാരിപ്പണി, പെയിൻറ്റിങ്, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസിങ്, യോഗ 2-3 വർഷമുള്ളെങ്കിൽ ഇതൊക്കെ കുറേശ്ശെ പഠിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ റൈറ്റിംഗ്, മറ്റേ പ്ലേ റൈറ്റിംഗ് ആയിരുന്നു, ഇവിടെ സ്ക്രീൻ പ്ലേ എന്നുള്ള വ്യത്യാസമുള്ളൂ. ആദ്യ സിനിമയിൽ മധുസാറിൻ്റെ ഇവിടെ വെച്ച് തന്നെ ഞാൻ കേട്ടതാണ്, വീണ്ടും മറ്റുള്ളവർക്ക് കേൾക്കാനുള്ള ഒരു അവസരം കൂടെ ആകുന്നു. സാറിൻ്റെ പേര് സിനിമയിൽ എഴുതി കാണിച്ചില്ല എന്ന് സാറിന് ഇല്ലായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ പടം കാണാൻ പോയി. അവിടെ ചിത്ര തിയേറ്റർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിയേറ്റർ അവിടെ ഇല്ല. അവിടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ് ഫ്ലാറ്റ്സ് ചിത്ര തിയേറ്ററിൽ അവിടെ ഞാൻ കാണാൻ പോയപ്പോൾ ടൈറ്റിൽസ് വരുന്നു. ഇന്നിപ്പോൾ ടൈറ്റിലേ ഇല്ല, ഇന്നത്തെ സിനിമയിലില്ല. അന്നത്തെ ടൈറ്റിലിൽ എൻ്റെ പേരേ ഇല്ല. പിന്നെ രാത്രി ഞാൻ പരേഷൻ നായരായിരുന്നു, ശോഭന പരേഷൻ നായരായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തെ വിളിച്ചു പോകാൻ പറഞ്ഞു, നിങ്ങളുടെ പേരാണ് രണ്ടാമതിട്ടിരിക്കുന്നത്, മധു എന്നാണ്. ഞാൻ പറഞ്ഞു മധുവോ? അതെ, അത് ഈ മാധവൻ നായർ, വഞ്ചൂർ മാധവൻ നായരെന്നൊരു മാധവൻ നായർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു മാധവൻ നായരും കൂടെ പറഞ്ഞ ഭാസ്കര മാസ്റ്റർ ഞാനും എല്ലാം കൂടി പെട്ടെന്ന് തീരുമാനിച്ചാണ്, നിന്നെ ഞങ്ങൾ കിട്ടിയതുമില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു പിന്നെ കാലത്ത് മധു ഒറ്റ വാക്കിലായിട്ട് മാറിയ സാറിൻ്റെ ഇത്. ഇത്രയും കാലത്തിനിടയ്ക്ക് വളരെ രസകരമായി സാറിന് ഓർമ്മിക്കാവുന്ന ഒരു സംഭവം പറയാം സിനിമയുമായി. അങ്ങനെയൊന്നും പറയാനൊക്കില്ല, എത്രയോ സംഭവം പിന്നെ കൂടെ അഭിനയിച്ച. അതെ, ധാരാളമുണ്ട്. എല്ലാവർക്കും ഓരോ പ്രത്യേക നടന്മാരുടെ ഇഷ്ടമുണ്ട്. ഒരു അഭിനേതാവാണ്, സാറിനും കാണുമല്ലോ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട നടൻ, അങ്ങനെ ഒരു? എനിക്ക് ഒരു വളരെ ഇഷ്ടപ്പെട്ട ആളും വളരെ വേണ്ടത്തക്ക ആളെന്ന് തോന്നിയിട്ടുള്ളതും കുറേയധികം ഇന്നേവേ ഇൻ്റേറെ ഒരു മനഃപൂർവ്വമല്ല എന്നൊരിക്കലും എൻ്റെ എന്താണെന്ന് പറയാൻ ഒരു സഹായിയായിട്ട് തീർന്നിട്ടുള്ള അടൂർ ഭാഷയായിരുന്നു.
അപ്പോൾ ഭാസിയോട് എനിക്ക് സ്നേഹവും അടുപ്പവും മാത്രമല്ല ഡയറക്റ്റായിട്ടല്ലെങ്കിലും കടപ്പാടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. അഭിനയിച്ച നടിമാർ മധുസാറിന് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു ജോഡിയൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അതിപ്പോൾ ഓരോ പ്രായം അനുസരിച്ചിട്ട് ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ഇത് ജോഡിയായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആദ്യം വരുമ്പോഴെല്ലാം ആദ്യം ഷീല ഉണ്ടായിരുന്നു, അതിന് ജയഭാരതി വന്നു, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു മെച്ചുവേർഡ് റോൾസ് എടുക്കാൻ പോയപ്പോൾ ശാരദയായി, പിന്നെ അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഒരു 35+ ഓർ 40+ ക്യാരക്ടേഴ്സ് വന്നപ്പോൾ ശ്രീവിദ്യയായി. അപ്പോൾ അങ്ങനെ ഓരോ സമയത്ത് അതെ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ സാറിനൊപ്പം ഉണ്ടായിരുന്നവർ സിനിമയിലേക്ക് എത്തിപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഞാൻ നസുദ്ദീൻ ഷാ, അതുപോലെ തന്നെ പലരും അവിടുന്ന് ഓംപുരി ഒക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പ്രോഡക്ട്സ് ആണെന്ന് തോന്നുന്നു. അല്ലാതെ പിന്നെ മലയാളത്തിൽ രാഘവൻ ഉണ്ടായിരുന്നു, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രോഡക്റ്റായിരുന്നു. കുറച്ച് നാൾ പഠിച്ചിരുന്നു കരമന ജനാർദ്ദനൻ നായർ. പിന്നെ ബിഹാരി ഫിലിംസിലൊരു ഒരു പ്യാരിമോഹൻ സഹായ് ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഓംപുരി അല്ല, വേറെ ശിവപുരി ഉണ്ട്. ശിവപുരി എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ല, മരിച്ചുപോയി. അയാൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോഡക്റ്റാണ്. അങ്ങനെ പലരുണ്ട്. കേരളത്തിലും ഒരു സ്കൂൾ ഓഫ് ഡ്രാമ ഉണ്ടല്ലോ. കേരളത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അതിൻ്റെ പ്രോഡക്ട്സ് പലരും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ശ്യാമപ്രസാദൊക്കെ അവിടുത്തെ പ്രോഡക്ട്സാണ്. ശ്യാമപ്രസാദ് നമ്പർ ഓഫ് ദം കുറേ പേരുണ്ട്. അത് പിന്നെ രഘുത്തമൻ അഭിനയ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ട്രൂപ്പ് നടത്തുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് MSc ട്രൂപ്പ് നടത്തുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്നുണ്ട്. അങ്ങനെ കുറേ അധികം പേരുണ്ട് അവിടുന്ന്. അപ്പോൾ സാർ പണ്ട് ആഗ്രഹിച്ചത് ഇനിയും ചെയ്യാൻ സാറിന് മനസ്സിൽ വല്ല പദ്ധതിയുണ്ടോ? എന്തെങ്കിലും നാടകവുമായി? ഞാൻ ആഗ്രഹിച്ചത് നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് കഷ്ടം. ഇനി നടക്കുകയില്ല. എൻ്റെ ഉദ്ദേശം ഇതായിരുന്നല്ലൊരു നാടകത്തിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചു മറ്റേ ഈ പാരലൽ കോളേജിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു പാർട്ട് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈവനിങ് ക്ലാസ് എല്ലാം ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ടു ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ താമസിച്ചു എന്നുള്ള അർത്ഥത്തിലല്ലേ പറയണത്. ഞാനിപ്പോൾ ഒരു 50 വർഷം പഴഞ്ചനാണ്. നാടകം ഒരുപാട് വളർന്ന് മുമ്പോട്ട് പോയി. ഇപ്പോൾ ഈ നാടകം പഠിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ളതാണ് സത്യം. ആ കാലത്തെ ഈ ഇപ്പോഴുള്ള സിനിമ അല്ലെങ്കിൽ നാടകമായിട്ടുള്ള വലിയ വ്യത്യാസമാണ് സാർ ഫീൽ ചെയ്യുന്നത്? വ്യത്യാസം നമ്മളെ കണ്ണിന് കാണില്ല. ധാരാളം വ്യത്യാസം. ഹെയർ സ്റ്റൈലിൽ വരെ വ്യത്യാസം വന്നിട്ടില്ലേ? ഇല്ലേ? എല്ലാത്തിലും വ്യത്യാസം വന്നിട്ടില്ലേ? സംസാരിക്കുന്ന രീതി സംഭവിച്ചിട്ടില്ലേ? പണ്ട് നമ്മൾ കാരണവരെ കാണാൻ നേരത്തിൽ നമ്മൾ ചാടി അടിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ അത് അച്ഛനെ അമ്മാവനെ കണ്ടല്ല, ഈ കാലിട്ടിരിക്കുന്ന അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ബഹുമാനം കുറഞ്ഞുകൊണ്ടല്ല, രീതി മാറി. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബാഹികമായിട്ടുള്ള ചില. പക്ഷേ എന്നിരുന്നാലും സാറ് ഈ നാടകം ഇങ്ങനെയുള്ള ഒരു കലാരൂപങ്ങളോടുള്ള സാറിൻ്റെ ആ ഒരു പ്രത്യേക താല്പര്യം അതാണല്ലോ സാറിനെ ഇന്നിപ്പോൾ ഇവിടെ ഈ UK കൊണ്ടുപോയത്, വരാനുള്ള സാഹചര്യം തന്നെയുണ്ട്. അല്ല, ഇപ്പം ഞാൻ നാടകം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഇതല്ല. അന്ന് ഈ കല, ഈ അഭിനയം എന്ന് പറയുന്ന കല, അഭിനയമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാമെന്നുള്ള സ്റ്റേജിൽ നമ്മൾ കാണുന്ന നാടകമല്ലേ. ഈ റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ഓൺ ദി സ്റ്റേജ്, ആക്ടിങ്, ഇതിനൊക്കെ അപ്പോഴും നാടകമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുമ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ അതാണ് ആദ്യം തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാൻ ഇല്ലേ. പക്ഷേ അത് അങ്ങോട്ട് പോകാത്തതിൽ എനിക്ക് വിരോധമില്ല. കാരണം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ആക്ടേഴ്സിനെ വാർത്തെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല ഇന്നും. അവിടുന്ന് വന്നിട്ടുള്ളവരെല്ലാം മിടുക്കന്മാരായിട്ടുള്ള ടെക്നീഷ്യൻസാണ്. അതെ. അവിടെ അങ്ങനെ വലിയ പ്രഗത്ഭന്മാരായ ആർട്ടിസ്റ്റ് അവർ കാരണം ഉണ്ടായിട്ടില്ല. ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇപ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെങ്കിലും വിത്ത് ഇമ്പോർട്ടൻസ് ടു ആക്ടിങ്. ഒരു നടനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്താണ് സാറിന് ഒരു ഉപദേശം കൊടുക്കുക? ഇപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ കലാകാരന്മാരായിട്ടൊക്കെ ഈ UK പോലുള്ള സ്ഥലത്ത് വളരെ പരിമിതമായ സാഹചര്യത്തിൽ പോലും ഞങ്ങളും സിനിമ മോഹവും അഭിനയവും പ്രൊഡക്ഷനും ഒക്കെ മനസ്സിൽ കാണുന്ന ഒരു ഒറ്റ ഇതുള്ള ലവ് ദി ആർട്ട്, മനസ്സിലല്ലേ? ഡു എ ഹാർഡ് വർക്ക്. ഇതൊരു തമാശയായിട്ട് എടുക്കാതെ കാര്യമായിട്ട് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അഭിനയിക്കണമെന്ന് തോന്നും. പെട്ടെന്ന് നമുക്ക് പാടാനൊക്കെ അറിയാമോ അറിയില്ലേ എന്ന് നമുക്കറിയാൻ പറ്റും. സിനിമയുടെയൊക്കെ ഗ്ലാമർ കാരണം അഭിനയിക്കണം എന്നുള്ള മോഹം കൂടുതലുണ്ടാവും. അതെ.
അതിന് യോഗ്യത ഉണ്ടെന്ന് സ്വയം അത് പെട്ടെന്ന് മനസ്സിലാവും. അഭിനയിക്കാൻ എവിടെയെങ്കിലും സ്റ്റേജിലോ നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ മനസ്സിലാവും ഞാനിത് കൊള്ളാമോ കൊള്ളില്ലെന്നുള്ളത്. ബട്ട് വൺസ് യു ഹാവ് ദി കോൺഫിഡൻസ്, ദി നോളജ് ദാറ്റ് ദർ ഇസ് എൻ ആക്ടർ ഇൻ യു, അപ്പോൾ അന്നോട്ട് അതിനെ ജീവിതത്തിൽ നല്ല ഒരു പ്രൊഫഷണലായിട്ട് എടുത്തില്ലെങ്കിൽ നല്ല ഹോബിയായിട്ട് എടുത്തിട്ട് ട്രൈ ടു സീ വാട്ട് അതേഴ്സ് ഡു, ട്രൈ ടു ഗുഡ് ഫിലിംസ് അല്ലെങ്കിൽ നാടകങ്ങൾ ഇതൊക്കെ കാണാനും ആ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ പഠിക്കാനും, അനുകരിക്കാനല്ല പഠിക്കാനും. നമ്മളെന്തെങ്കിലും വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ആ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുക. ആൻഡ് ഓവർ ആൻഡ് അബവ് ദാറ്റ് ഒബ്സർവ്. നമ്മൾ ചുറ്റുപാടുമുള്ള മനുഷ്യർ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവണമെന്ന്, നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ആൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒബ്സർവ് അതർ പീപ്പിൾ, അതർ ക്യാരക്ടേഴ്സ് ഇൻ ലൈഫ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു. യുക്മ എന്ന സംഘടനയ്ക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. സംഘടനകൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടിൻ്റെ സ്നേഹവും ആ നാട്ടിൻ്റെ സംസ്കാരവും നിലനിർത്താൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള സംഘടനകളിൽ കൂടിയാണ്. ഒന്ന് വളരെ എന്താ പറയുക 100% സത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ മുലപ്പാലിൻ്റെ കൂടെ പഠിച്ചു വരുന്ന, അതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിലും ബുദ്ധിയിലും നമ്മിൽ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഈ പാട്ട്, ഡാൻസ്, അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിൽ വളരുന്നത് എവിടെയാണ് ജനിക്കുന്നത്, അവിടുത്തെ ബേസ് എവിടെയാണ്. അത് പുറത്ത് വന്നിട്ട് അത് മറക്കാതെ അതിനെ വളർത്താൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നാടിനോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ, നാട്ടുകാരോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് പുറത്തുള്ളവർക്ക്, നമ്മളൊരു നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങൾ പ്രദർശിപ്പിച്ച് ആ നാട്ടുകാരെ കാണിക്കുമ്പോൾ അത് വച്ചിട്ടായിരിക്കും നമുക്ക് അവർ നമുക്ക് മാർക്കിടുന്നതും തോന്നുന്നു ബഹുമാനം തോന്നുന്നതെല്ലാം അതിനെ ബേസ് ചെയ്തായിരിക്കും. സോ അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കും അത്രത്തോളം ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച സ്നേഹിച്ച കാര്യങ്ങൾ. മധു സാർ, വളരെയധികം സന്തോഷം. ഈ ചെറിയ ഹ്രസ്വ സന്ദർശനത്തിനിടയിലും ബ്രിട്ടീഷ് പത്രത്തിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, UK മലയാളികൾക്ക് വേണ്ടി ഇത്രയധികം സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ബ്രിട്ടീഷ് പത്രത്തിൻ്റെ പേരിലും UK മലയാളി സമൂഹത്തിൻ്റെ പേരിലും ഞങ്ങളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിച്ചതിലും നിങ്ങളിലൂടെ ഉള്ള മലയാളികളോട് സംസാരിക്കാൻ സാധിക്കുന്നതിലും അവർക്ക് വേണ്ടി പറയാൻ സാധിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഇനി വരാൻ സാധിക്കും എന്ന് കരുതുന്നു. വരുമ്പോഴും ഇതുപോലെ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് കഴിയട്ടെ. അങ്ങനെ ഇംഗ്ലണ്ടിലെ മലയാളികളോട് എനിക്ക് സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.